وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. أما بعد، قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه يا الله. അല്ലാഹുവേ, മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞു പോയ പാപങ്ങളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. ഇനി ബഖിയ ആയുസ്സിൽ തെറ്റ് കുറ്റങ്ങൾ വരാതെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ. ജിസ്മി, ഖൽബി, റൂഹി, സിർരി എല്ലാ തെറ്റുകളും പൊറുക്കണേ അല്ലാഹുവേ. നീ അനുഗ്രഹിച്ച സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ വഴിയിൽ ഞങ്ങൾ ഇസ്തിഖാമത്തോടെ അടിയുറപ്പിച്ച് നിലനിർത്തണേ അല്ലാഹുവേ. ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. ആ ഇൽമ് കൊണ്ടുണ്ടാവേണ്ട മാറ്റങ്ങളും സംഗതികളും ഞങ്ങൾ ജീവിതത്തിൽ നൽകണേ അല്ലാഹുവേ. ഇൽമ് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഇൽമാക്കി തരണേ അല്ലാഹ്. ബിജാഹി സയ്യിദനാ മുഹമ്മദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ അനുഗ്രഹങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈർ ഉമ്മത്തികളാക്കി ലോകത്ത് അല്ലാഹു നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടുവന്നത്. അൽഹംദുലില്ലാഹ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല. ഏറ്റവും വലിയ അനുഗ്രഹമാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അത് ഓർക്കുവാനും അതിനെ അല്ലാഹുക്ക് ശുക്ർ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനികളെ, നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട മജ്‌ലിസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഷരീഫുകളും പല സംഗതികളും നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ ഫضل കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹാദത്ത് കലിമയിൽ നമ്മൾ വിശ്വസിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മൾ ഈമാൻ കൊണ്ടു. അല്ലാഹു ആ ശറഫാക്കപ്പെട്ട മുഖം കാണുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഫ്ആലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നിസ്കരിക്കുക ഞാൻ നിസ്കരിക്കുന്നത് പോലെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ ആദ്യം പൂർത്തിയാക്കുന്നു. അതൊക്കെ അഖ്വാലുകളും അഫ്ആലുകളും അഹ്വാലുകളുമാണ്. വുളു, കുളി, നിസ്കാരം, അതുപോലെ നമ്മുടെ ഇബാദാത്തുകൾ മുഴുവനും അഖ്വാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ആലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്വാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഒളുവെടുക്കാൻ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്, ഒളുവെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളുവെടുത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടുന്ന് എങ്ങോട്ട് തിരിഞ്ഞ് ഇരുന്നാണ് ഒളുവെടുത്തത്? അല്ലാഹുവിൻ്റെ ഭവനമായ കഅബാലയത്തിലേക്ക്. അപ്പോൾ അതുപോലെ നമ്മളും ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് ഒളുവെടുക്കുമ്പോൾ നമ്മൾ ആ കാണിക്കുന്ന പ്രവൃത്തി ആരുടെ പ്രവൃത്തിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ ബോധത്തിൽ നമ്മൾ അങ്ങനെ ഇരുന്നാൽ പിന്നെ ഒളെടുക്കാൻ വേണ്ടി മുൻകൈ കഴുകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ ആ ദിക്റുകൾ ചൊല്ലി ഉളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുൻകൈ കഴുകുമ്പോൾ ഇത് ആര് കഴുകിയ കഴുകലാണ്? ആരുടെ പ്രവൃത്തിനാണ് നമ്മൾ അനുകരിക്കുന്നത്? അൽഹംദുലില്ലാഹ് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം, അവൻ്റെ കൽപ്പനകൾക്ക് നമ്മൾ വഴിപ്പെട്ടു. അൽഹംദുലില്ലാഹ് അത്തിയുർ റസൂല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള ഇതാഅത്ത് അവരുടെ പ്രവർത്തികൾ നമ്മുടെ പ്രവർത്തികളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ മുൻകൈ ഇങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ ഖൽബിൽ എന്തെന്നില്ലാത്ത ആനന്ദമായിരിക്കും. ഞാൻ ഒളെടുക്കുകയാണ്, അതൊരു ചിന്തയാണ്. ഞാൻ ഒളെടുക്കുന്നു, അതോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നത് ആരുടെ പ്രവർത്തനമാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എത്രത്തോളം ഭയം ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ, എന്തോ ഒരു പേടിയായിരിക്കും ഒളെടുക്കുമ്പോൾ. ആ ഒളെടുക്കുമ്പോൾ ഭയങ്കരമായ പേടി വരും. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആര് ചെയ്തതാണ്, ആരുടെ പ്രവൃത്തിയാണ് ഞാൻ ഫോളോപ്പ് ചെയ്യുന്നത്, ഞാൻ പിൻപറ്റുന്നത്, ഞാൻ കാണിക്കുന്നത്? മലായിക്കത്തീങ്ങൾ നോക്കി നിൽക്കാനത്, വീഡിയോ എടുക്കാനത്, പിടിക്കാനത്, എഴുതി വെക്കാൻ. ഈ പേടി നമ്മുടെ കൽബിന് അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അങ്ങനെ ആ ഒളെടുത്ത് വായിൽ വെള്ളം കൊപ്പളിച്ച് മിസ്വാക്ക് ചെയ്ത് വുളുവിൻ്റെ ഫർളുവിനെ ഞാൻ വീട്ടുമെന്ന് പറഞ്ഞ് മുഖം കഴുകുന്ന സന്ദർഭത്തിൽ പഠിച്ചവനെ നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി അവർ കഴുകിയ ആ സന്ദർഭം, അവർ എന്തിനാണ് ഈ മുഖം കഴുകിയത്, ആ അവസ്ഥ നീ എനിക്ക് നൽകണോ? പഠിച്ചവനെ ഹബീബിൻ്റെ മുഖം കഴുകലാണ്, ഹബീബിൻ്റെ കൈ കഴുകലാണ്, ഹബീബിൻ്റെ തലതടവലാണ്. അപ്പോൾ അതിൻ്റെ ഫർളുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം ഒരു സുന്നത്തും വിടാൻ നമ്മളെ മനസ്സ് അനുവദിക്കൂല. എല്ലാ സുന്നത്തും തല മുഴുവനും തടവും, കൈകാലുകൾ കയറ്റിക്കഴുകും. എൻ്റെ ഉമ്മത്തികളെ നാളെ മഹ്ശറിൽ ഞാൻ തിരിച്ചറിയുക, ഉറ മുഹജ്ജലീൻ, കൈകാലുകൾ വെളുത്തവർ. അല്ലാഹു നമ്മൾക്കത് നൽകട്ടെ. ആമീൻ. നമ്മുടെ കൈകളും കാലുകളും മുഖങ്ങളും നാളെ മഹ്ശറിൽ അത് പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ ഹബീബ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂട്ടി ആ കൊടൻ്റെ കീഴിൽ ആ ലിവാഉൽ ഹംദിൻ്റെ ചോട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ഇങ്ങനെ ഒളു എടുക്കുമ്പോൾ ഈ അവസ്ഥയിലായിരിക്കണം. അങ്ങനെ ഒളു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒളു എടുക്കുമ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളമൊക്കെ ദോഷത്തിൻ്റെ തുള്ളികളാണ്. ദോഷത്തിൻ്റെ തുള്ളിയാണ് ആ ഉറ്റിപ്പോകുന്നത്. ദോഷമാണ് കഴുകിക്കളയുന്നത്. കൈയും കാലും മുഖം വൃത്തിയാവാൻ വേണ്ടി കഴുകല്ല, അത് വേറെ കഴുകണം. അത് കഴുകിയിട്ടാണ് ഒളു എടുക്കുക. ഒളു എടുക്കുന്നത് ഒരു പുണ്യമാക്കപ്പെട്ട ഇബാദത്താണ്. ആ ഒളു കൊണ്ട് ദോഷങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. ആ യഖീന്, ആ വിശ്വാസം, ആ സന്തോഷം നമ്മുടെ കൽബിന് അല്ലാഹു നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചെറിയൊരു അമൽ കൊണ്ട് ദോഷങ്ങളൊക്കെ കഴുകാണ്. കണ്ണിൻ്റെ തെറ്റ്, കാതിൻ്റെ തെറ്റ്, മുഖത്തിൻ്റെ തെറ്റ്, നാവിൻ്റെ തെറ്റ്, കയ്യിൻ്റെ തെറ്റ്, കാലിൻ്റെ തെറ്റ്, അങ്ങനെ ചില പ്രത്യേക അവയവങ്ങളിലാണ് ഒളുവെങ്കിലും മനുഷ്യൻ ആകമാനം ആ ഒളു കൊണ്ട് ശുദ്ധിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ കൂടി ഒരു നദി പോകുന്നുണ്ട്, അതിൽ 5 നേരം ഇറങ്ങി ഒരാൾ കുളിച്ച് കയറിയാൽ അവനിൽ അഴുക്കുണ്ടാവുമെന്ന് വെച്ചുണ്ടാവില്ല. എന്നാൽ അതുപോലെയാണ് 5 നേരം ഒളെടുത്ത് നിസ്കരിക്കുന്നവന്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീൻ്റെ റഹ്മത്ത്, അവരുടെ കാരുണ്യം എത്ര വലിയ കാരുണ്യമാണ്. അൽഹംദുലില്ലാഹ്. പാവത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ ഇങ്ങനെ കഴുകി 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 വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒളു എടുക്കുന്ന സമയത്ത് എന്താ ഇപ്പോൾ സംഭവിച്ചത്, എന്താ ഇപ്പോൾ നടന്നത്? നമ്മൾ ഒളു എടുത്തു, കിബിലക്ക് തിരിഞ്ഞ് ഒളുവിൻ്റെ ദുആകൾ ചൊല്ലി 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഷഹാദത്ത് കലിമ ചൊല്ലി ദുആ ചെയ്തു. ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്തോതി നിസ്കാരത്തിലേക്ക് പോവുകയാണ്. എന്താ ഇപ്പോൾ ചെയ്തത്? ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അഫ്ആലുകളെ താൻ പ്രകടമാക്കി, തൻ്റെ ശരീരത്തിലൂടെ ആ അഖ്വാലുകളെ തൻ്റെ നാവിലൂടെ ഉരുവിട്ടു, ആ അഹ്വാലുകൾ തൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നാൽ എന്തെന്നില്ലാത്ത ആനന്ദമായിരിക്കും. അള്ളാഹു നമ്മളെ കൈനീട്ടി സ്വീകരിക്കും. ആരാണ് ഈ നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് മിഅ്റാജ് മുനാജാത്തിന് വേണ്ടി വരുന്നത്? എൻ്റെ ഹബീബിനാണ് അവൻ കാണിക്കുന്നത്. അവനെ കാണിക്കുന്നവനല്ല, അവൻ സ്വയത്തിനെ കാണിക്കുന്നവനല്ല. അവൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, അവസ്ഥകളിലൂടെ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിന്നോ അങ്ങനെ നിൽക്കണം. അവിടുന്ന് എവിടേക്കാണ് തിരിഞ്ഞത്? ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. കഅബയിലേക്ക് തിരിഞ്ഞു നിന്നു, നിയ്യത്ത് ചെയ്തു, തക്ബീർ കെട്ടി.
അണ്ടാ ഈ തക്ബീറിന് കൈ ഉയർത്ത് ആരുടെ പ്രവൃത്തിയാണ്? ആ ഖിയാം എന്ന് പറയുന്നത് ആരുടെ പ്രവൃത്തിയാണ്? 14 ഫർളിൽ ആ ഖൗലിയായ ഫർളുകൾ, ഫിഅലിയായ ഫർളുകൾ, മനവിയായ നിയ്യത്ത്, ഹൃദയത്തിൽ വേണ്ട ഫർള്, നമ്മുടെ വാക്ക്, പ്രവൃത്തി, നിയ്യത്ത്, ശരീരം, മനസ്സ്, ഖൽബ് എല്ലാം. അപ്പോൾ സത്യത്തിൽ നമ്മളെ പേരെന്താ? നമ്മളൊരു മൽഹറാണ്. നമ്മൾ ആരാണ്? ഒരു മൽഹറാണ്. ആരുടെ വാക്കുകളാണ് നമ്മിൽ ലാഹിറായി കൊണ്ടിരിക്കുന്നത്? മുത്തു റസൂലുള്ളാഹി. ആരുടെ പ്രവൃത്തികളാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ ലാഹിറായി കൊണ്ടിരിക്കുന്നത്? മുത്തു റസൂലുള്ളാഹി. ആരുടെ അവസ്ഥകളാണ് നമ്മുടെ ഹൃദയത്തിലൂടെ വെളിവായി കൊണ്ട്? മുത്തു റസൂലുള്ളാഹി. അപ്പോൾ നിസ്കാരം കഴിയുന്നതോടുകൂടി മനുഷ്യന് മുഅത്തറായി, ഒരു മുബാറക്കായ മനുഷ്യനായി, ഒരു ബർക്കത്തുള്ളവനായി, ഇദ്ദേഹം ഒരു മുഅല്ലമായി. പിന്നെ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയരുത്. കാരണം മുത്തിൻ്റെ വാക്കുകളാണ് ഈ നാവിലൂടെ ഉരവിട്ടത്. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇബ്ലീസിൻ്റെ ളുഹൂർ നമ്മിലൂടെ വരാൻ പാടില്ല. പിന്നെ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ആരെയും ചീത്ത വിളിക്കരുത്, ആക്ഷേപിക്കരുത്. ഈ നാവിനെ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ ലൊഹറാണ് കഴിഞ്ഞ് ഇനി അസറിന് എനിക്ക് ഇതുപോലെ ഹബീബിൻ്റെ വാക്കുകൾ ഉരുവിടാനുണ്ട്, ഹബീബിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൈകൊണ്ടും കാലുകൊണ്ടും വേറെ തെറ്റായത് ഹബീബിൻ്റെതല്ലാത്തതൊന്നുമില്ല. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം ആ നിസ്കരിക്കുന്ന മനുഷ്യനെ തെറ്റുകളെ തൊട്ട് തടയും. എപ്പോൾ? അവനിതാ ഹബീബിൻ്റെ ആളായി മാറണം, ഹബീബിൻ്റെ ആളായി മാറണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഷിക്കായി ഹബീബിനെങ്ങനെ കാണിക്കണം? ഇതല്ലേ സത്യത്തിൽ നടക്കുന്നത്? നമ്മൾ എപ്പോൾ നിസ്കാരം ആരെ നിസ്കാരമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമാണ്, റസൂലുള്ളാഹിൻ്റെ റുക്കുവാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തിദാലാണ്, നബി തങ്ങളുടെ സുജൂദാണ്, അവിടുത്തെ ഇരുത്തമാണ്, അവിടുത്തെ തഹിയ്യാത്താണ്. ഈ ഖൗഫ് നമ്മുടെ ഖൽബിലുണ്ടാകണം. ഈ ഖൗഫ്, ഇത് ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് നിസ്കരിച്ച് കാണിച്ച് ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രി നിസ്കാരം ഫറലായി. പക്ഷേ സുബൈ ഫറലായില്ല. അതിൻ്റെ കൈഫിയത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം ലോഹറിനാണ് വന്നത്. സംസം കടൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒളു എടുത്ത് കാണിച്ചു കൊടുത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത് ആ നിസ്കാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഞാനൊരു ഉദാഹരണത്തിന് ഒളുവും നിസ്കാരവും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ സകലമാന പ്രവർത്തനങ്ങളും അല്ലാഹു അങ്ങനെ ആക്കിത്തരട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹസനാത്തുകളുണ്ടാവും, സയ്യാത്തുകൾ വിട്ടുമാറിപ്പോകും. സയ്യാത്ത് ചെയ്യാൻ ധൈര്യം വരില്ല, പേടിച്ചു പോകും. ഖശിയത്ത്, ഖൽബ് ഇങ്ങനെ. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ച അള്ളാഹു കൂട്ടത്തിൽ നമ്മളെല്ലാവരും ചേർക്കട്ടെ. ആമീൻ. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണ്? അല്ലദീന അള്ള സിഫത്ത്. ആ മുഅ്മിനീങ്ങളുടെ ഹാലിനുള്ള ബയാൻ ചെയ്യുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നിസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരാണ്, ഖുശൂ ഉള്ളവർ. എന്താ ഖുശൂ? ഞാൻ ആരുടെ ഖിയാമാണ് നിൽക്കുന്നത്, നൃത്തം, ആരുടെ റുക്കുവാണ് ചെയ്യുന്നത്, ആരുടെ ഇഅ്തിദാലാണ്, ആരോദിയതാണ് ഓതുന്നത്. വെള്ളിയാഴ്ച രാവാണ്, മഗ്രിബാണ്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുന്നത് ആരോദിയതാണ്, ശേഷം ഖുൽ ഹുവല്ലാഹ് ഓതുന്നു. ജുമയാണ്, ജുമാ സൂറത്ത് ഓതുന്നു, മുനാഫിഖീൻ ഓതുന്നു. വെള്ളിയാഴ്ച സുബഹിയാണ്, സജദ ഓതുന്നു. ആരോദി? മുഹമ്മദ് മുസ്തഫ. ആ ഒരു നിയ്യത്തിലും ആ ഒരു അതന്നെ ഇഖ്ലാസ് എന്ന് പറയുന്നത്, അതന്നെ ഖുശൂൽ ഖൽബ്. നമ്മുടെ ഖൽബ് ഖാശിയാവണമെങ്കിൽ നമ്മുടെ ഖൽബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടണം, അവിടുത്തോട് ചേരണം. 1400 കൊല്ലത്തെ ഗ്യാപ്പ്, വിടവുകളൊന്നുമില്ല. മുന്നിൽ നിൽക്കണ മാതിരി, കൂടുള്ള മാതിരി, ഇമാമ് നിൽക്കണ മാതിരി, തന്നിങ്ങനെ നോക്കി നിൽക്കുന്ന മാതിരി. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ടെന്ന് നിങ്ങൾ അറിയണം. എങ്ങനെയുണ്ട്? ഇതാ നിൻ്റെ വാക്കുകളിലൂടെ നീ റസൂലുള്ളാഹിൻ്റെ മഅയ്യത്ത് കൊണ്ട് നടക്കണം. നിൻ്റെ വാക്കുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വാക്കുകളായിരിക്കണം നിൻ്റെ നാവിലൂടെ ഉരുവിടേണ്ടത്. അപ്പോൾ മഅയ്യത്തായി അഖ്വാലിൻ്റെ മഅയ്യത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അഫ്ആൽ, അവിടുത്തെ പ്രവർത്തനങ്ങൾ. ഓരോ അടി വെച്ച് നടക്കുമ്പോൾ അവരെങ്ങനെ നടന്നു, അവരെങ്ങനെ പഠിച്ചോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറങ്ങാൻ പോവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഓർക്കണം. നബി എങ്ങനെയാണ് ഉറങ്ങാൻ ഒരുങ്ങിയത്? മിസ്വാക്ക് ചെയ്തു, പല്ല് തേച്ചു, കാമിലായി ഒളെടുത്തു. അപ്പം മുത്തുനബി ഉറങ്ങുന്ന പോലെ ഞാൻ ഉറങ്ങട്ടെ, അവരുണരുന്ന പോലെ ഞാൻ ഉണരട്ടെ. ദിക്റുകളെല്ലാം ചൊല്ലി തല വടക്കോട്ട് വെച്ച് കാല് തെക്കോട്ട് വെച്ച് നെങ്ങും ഞഞ്ഞും മുഖവും കിബിലയിലേക്ക് വെച്ച് കിടക്കുന്നു. കിടന്നിട്ട് ചൊല്ലിയ ദിക്റുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഉണരുന്നു. ഉണർന്ന പാട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അതിങ്ങനെ പറയുമ്പോൾ ആരുടെ അഹ്വാലാണ് എൻ്റെ വായിലൂടെ വരുന്നത്, ആര് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് എന്ന ബോധത്തിൽ പറയണം. അപ്പോൾ ഖുശൂ ഉണ്ടാവും, അപ്പോൾ ഭയഭക്തി ഉണ്ടാവും, അപ്പോൾ ലില്ലാഹിയത്തും ഉണ്ടാവും. അപ്പോൾ ഖൽബിൽ നിന്നും ഈ ദുനിയാവിൻ്റെ കച്ചറ ഉൽമാലൊക്കെ പുറത്തു പോകും. ഈ ഖുശൂ ഖൽബിൽ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ എത്ര പോരുമെന്നറിയോ? നമ്മൾ വസ്ത്രം മാറ്റുക. ആരുടെ വസ്ത്രമാണ്? ആരാണ് ഈ വസ്ത്രം ഉടുക്കാൻ കൽപ്പിച്ചത്? ആരുടെ സുന്നത്താണ്? ആരുടെ ഫറലാണ്? മുട്ടുപൊക്കലിനിടയിൽ ഔറത്ത് മറക്കണം ഫറല്, സ്ത്രീകളാണെങ്കിൽ എല്ലാം മറക്കണം ഫറല്. ഇത് ആരുടെ ഫറലാണ്? ആരുടെ സുന്നത്താണ്? അത് മനസ്സിലാക്കിയാണ് നമ്മൾ തുണിഷാപ്പ് പോയി വസ്ത്രം വാങ്ങുമ്പോൾ എന്തിനാണ് ഈ വസ്ത്രം വാങ്ങുന്നത്? ഈ വസ്ത്രം ധരിച്ച് എൻ്റെ ഹബീബിനെ കാണിക്കുവാനാണ്. ഈ വസ്ത്രധാരണയിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി അവരുടെ നിർദ്ദേശം ഞാനിവിടെ നടപ്പിലാക്കി കാട്ടുകയാണ്. അവർ എങ്ങനെ വസ്ത്രം ധരിച്ചു, എങ്ങനെ വസ്ത്രം ധരിക്കാൻ കൽപ്പിച്ചു, എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ ഭാര്യമാരെ കൊണ്ടും എൻ്റെ കുടുംബത്തിനെ കൊണ്ടും ആ നിലക്ക്. അപ്പോൾ സൂറത്ത് രൂപം കണ്ടാലും മുത്ത് റസൂലുള്ളാഹിനെ ഓർക്കുന്ന രൂപം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സൂറത്തും സീറത്തും നമ്മുടെ ലാഹിറും ബാത്തിനും അവരെ പിൻപറ്റാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നിസ്കാരത്തിലുടനീളം സുജൂദിലേക്ക് 7 അവയവങ്ങളും വെച്ച് നെറ്റി അങ്ങോട്ട് വെച്ചാൽ ആരുടെ സുജൂദാണത്? പടച്ചവനെ, അല്ലാഹുവേ. അപ്പോൾ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കാണിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ പ്രവാചകനെ കാണിക്കുന്നവനാണ് ഉമ്മത്തി. ഇതാണ് പ്രവാചകനും ഉമ്മത്തിയും തമ്മിലുള്ള ബന്ധം. അവരെ കാണിക്കുകയാണ്. അവർ എങ്ങനെ തൻ്റെ ഭാര്യയുമായി ഇടപഴകി, ഭാര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ചിന്തയാണ് നമ്മുടെ ഖൽബിൽ വരേണ്ടത്. അവരെങ്ങനെ സംസാരിച്ചു, അവരെങ്ങനെ ഇടപഴകി, അവർ മാതാപിതാക്കളോട്, അതുപോലെ മറ്റുള്ള സഹപാഠികളോട്, മറ്റുള്ള ജീവജാലങ്ങളോട്. അല്ലാഹു അക്ബർ. ഇനി നിങ്ങളിതിലെ അങ്ങനെ ഫിക്ർ ചെയ്തോളി. ഈ കവാടം തുറന്നു വെച്ചിട്ടുണ്ട് അല്ലാഹു, ഇതിൽ നിങ്ങൾ ആലോചിച്ചോളി. ഒരു തൊപ്പി തലയിലിടുമ്പോൾ ഇത് മുത്തുനബിൻ്റെ സുന്നത്താണ്. ഒരു താടി വെക്കുമ്പോൾ ഹബീബിൻ്റെ ആ പ്രവൃത്തി ഞാൻ കാണിക്കുകയാണ്. ഒരു മോതിരം ധരിക്കുമ്പോൾ ഹബീബിൻ്റെ ആ പ്രവൃത്തിനെ ഞാൻ കാണിക്കുകയാണ്. അങ്ങനെ മുത്തു റസൂലുള്ളാഹി എപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ്. വഅ്തിബാറെ അഖ്വാൽ, വഅ്തിബാറെ അഫ്ആൽ, വഅ്തിബാറെ അഹ്വാൽ. അള്ളാഹു അവരനുഭവിച്ചത് അനുഭവിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. തഫ്സീർ ജലാലൈനി അവിടെ എഴുതുന്നുണ്ട്, വദ്കുർ ഇസ്മ റബ്ബിക, ഓ നബിയേ, അങ്ങയുടെ റബ്ബിൻ്റെ നാമത്തെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനാ പറഞ്ഞത്. അതിൽപ്പെട്ട ഒന്നാണ് ബിസ്മി. എന്നിട്ടോ തബത്തൽ ഇലൈഹി തബ്തീലാ. അത് ഖൽബിൻ്റെ അവസ്ഥയാണ്. ഈ ബുത്തൂലിയത്ത് റൂഹിൻ്റെ ഹാലാണത്, സിറിൻ്റെ ഹാലാണത്. അള്ളാഹു അത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഹബീബിൻ്റെ ഹാലിനെ അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം. പഠിച്ചവനെ, നീ എനിക്ക് നബിതങ്ങൾ എന്തൊക്കെയാണ് നിസ്കാരത്തിൽ ഓതാറുള്ളതെന്ന് പഠിപ്പിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതും നിൻ്റെ ഹൗല് ഖുവത്ത് കൊണ്ട്. നബിതങ്ങളുടെ അഖ്വാലുകളും നീ എനിക്ക് അഫ്ആലുകളും പഠിപ്പിച്ചു തന്നു. അവിടുത്തെ അഹ്വാല് നീ എനിക്ക് നിസ്കാരത്തിൽ തരണേ എന്ന് നമ്മൾ അള്ളാഹിനോട് കേണപേക്ഷിക്കണം. അത് ഒന്നെടുത്ത് ഇങ്ങനെ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ ആ ചിന്തയിലായിരിക്കണം. അവിടുത്തെ ഹാൽ എനിക്ക് നിസ്കാരത്തിൽ തരണം പഠിച്ചവനെ, അവിടുത്തെ അവസ്ഥകൾ എനിക്ക് തരണേ അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് തേടണം. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നേരിൽ കണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ. കണ്ടിട്ടുണ്ടോ? ഇല്ല. സഹീഹ് മുസ്ലിമിലെ ഹദീസിലൊക്കെ അവരെ ചരിത്രം വന്നില്ലേ? പല ഹദീസുകളിലും പല താരീഖുകളിലും ഇന്നോളം എല്ലാ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് മഹാനവറുകളെ സയ്യിദു താബിഈൻ അംഗീകരിക്കുന്നു. കണ്ടിട്ടില്ല. പക്ഷേ ഇഷ്കും മുഹബ്ബത്ത് എത്ര വലുതായി പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ അറിയുന്നുണ്ട് ബഹുമാനികളെ. നമ്മുടെ പ്രവൃത്തികളൊക്കെ അല്ലാഹ് അവർക്ക് അറിയിച്ചു കൊടുക്കും. അപ്പോൾ അവരറിയും.
മനസ്സിലായില്ലേ? ഉവൈസുൽ ഖർനി തങ്ങൾ നബി തങ്ങൾ അറിഞ്ഞില്ലേ? എന്നിട്ട് പറഞ്ഞില്ലേ ആരോട്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പലരോടും പറഞ്ഞു. ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞില്ലേ, ഇങ്ങനെ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ പിന്നെ എൻ്റെ സലാം പറയണം, അതേപോലെ അവരെടുത്തുനിന്ന് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം എന്നാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് നിങ്ങളുടെ പാപമോചനത്തിന് അവരെ കൊണ്ട് ധാരിപ്പിക്കണം പറഞ്ഞില്ലേ? എത്ര പോരാ ഹദീസുകളിൽ. അള്ളാഹു ആ ഉവൈസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിനും ഇഷ്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുത്തനബിനോടുള്ള ഇഷ്ക് അല്ലാഹു നൽകട്ടെ. ആ ഇഷ്ക് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ നമ്മളുടെ എല്ലാ ഇതിലും എല്ലാ മിമ്പർമെല്ലാം കൊണ്ട് കയറുമ്പോൾ, വെള്ളിയാഴ്ച മിമ്പറിൽ കയറുന്നത് ആരുടെ മിമ്പറിലാണ് നമ്മൾ കയറുന്നത്? അവ്വൽ ഖതീബ് ഇസ്ലാമിൽ ആരാണ്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കയറുമ്പോൾ ഓരോ പടി ഇങ്ങോട്ട് കയറുമ്പോൾ ആദ്യം ശരീഅത്ത് എന്ന പടിയിലേക്ക് കയറി, പിന്നെ രണ്ടാമത്തെ ദീനിൻ്റെ മർത്തബ തരീഖത്തിലേക്ക് കയറി, മൂന്നാമത്തെ പടി ഹഖീഖത്തിൽ കയറി, മഅരിഫത്തിൽ ഇരുന്ന അല്ലാഹു അത് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ മെഹ്റാബിലേക്ക് ഏത് വഖത്തിനായാലും നിസ്കാരത്തിന് ഇമാമ് കയറി നിൽക്കുമ്പോൾ പേടിക്കണം. ആരുടെ മെഹ്റാബാണ്? പള്ളി നമ്മൾ മെഹ്റാബ്. ഇത് ഹഖീഖത്തിൽ എവിടുന്ന് വരെയാണ്? ആരുടെ മെഹ്റാബാണ്? ആരുടെ മുസല്ലയാണ്? ആരായിരുന്നു മസ്ജിദ് നബവിയിലെ ഇമാം? ആരായിരുന്നു മസ്ജിദ് നബവിയിലെ ഖതീബ്? ആരായിരുന്നു മസ്ജിദ് നബവിയിലെ മുദർരിസ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ദർസിന് വേണ്ടി നമ്മൾ കിതാബ് നൂർത്തിരിക്കുമ്പോൾ, വഅദ് പറയാൻ വേണ്ടി തഅലീമിന് ഇൽമിന് തദ്രീസിന് ഇരിക്കുമ്പോൾ മുത്തുനബിനെ ഓർക്കണോ? അവിടുന്ന് എങ്ങനെയാണോ ഇഫ്ഹാമ് തഫ്ഹീം ചെയ്തതെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാഹുവേ തൗഫീഖ് തരണേ എന്ന് അള്ളാഹിനോട് ചോദിക്കണം. സൂൽ ഫഹ്മ് ജനങ്ങൾക്ക് വരാൻ പാടില്ല, അതിനെ തൊട്ട് കാക്കണേ എന്ന് അള്ളാഹിനോട് തേടണം. ഓരോ അനക്കത്തിലും അടക്കത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇന്നത്തെ മജ്ലിസിൻ്റെ സന്ദേശം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇതാണ്. ഇന്നു മുതൽ നമ്മൾ മാറണം. ഇന്നു മുതൽ നമ്മൾ എന്താണ് മാറേണ്ടത്? ഹബീബിനെ കാണിക്കുന്ന ഒരു മൽഹറായി മാറണം. അവിടുത്തെ അക്വാലുകളല്ലാത്തതൊന്നും ഇനി നമ്മുടെ നാവിൽ വരരുത്. അവിടുത്തെ അഫ്ആലല്ലാതെ നമ്മുടെ അടിമുടിയുള്ള ഒരു അവയവത്തിലും വരരുത്. അവിടുത്തെ അഹ്വാലുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് അങ്ങനെ തന്നെ പിൻപറ്റാൻ ആർക്കും സാധ്യമാവൂല. അതിൻ്റെ എത്രയോ കോടിയിലൊരംശം ഉണ്ടായാൽ മതി. ഉവൈസുൽ ഖർനി തങ്ങളെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഹജ്ജിന് മക്കത്ത് പോയി. അവിടെ ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു കയറിയിരുന്നു അല്ലേ? എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആരാണ് യമനിൽ നിന്ന് വന്നവരുള്ളത്? ഈ ഉവൈസിന് അറിയുന്നവർ ആരുണ്ടോ? അപ്പോഴാണ് താടി നിറച്ച വലിയ താടിയുള്ള ഒരു പ്രായമുള്ള ഒരാൾ, അതെ ഞാനറിയും, എൻ്റെ അനുജൻ്റെ മകനാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്, എൻ്റെ സഹോദരൻ്റെ മകനാന്ന്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ അന്വേഷിക്കാൻ മാത്രമുള്ള വലിയ ആളൊന്നല്ല മൂപ്പര്. എവിടെയാണ് അദ്ദേഹം ഉള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം അറഫയിൽ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, അവിടെ ഞങ്ങളുടെ ഒട്ടകത്തിനെ മേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ കഅബത്തിൻ്റെ അടുത്താണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഇവിടെ ഉള്ളത് അറഫയിൽ, അവിടെ ഒട്ടകങ്ങൾ മേച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവരും ഒട്ടകത്തിനെ നോക്കാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചതാണ്. മൂപ്പര് ആ പണിയിൽ അവിടെയാണ്. ഉടനെ തന്നെ പുറപ്പെട്ടുകാർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് രണ്ടുപേരും രണ്ട് വാഹനത്തിൽ രണ്ട് ഹിമാറിൻ്റെ പുറത്ത് കയറി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ആ പറഞ്ഞ സ്ഥലമൊക്കെ നോക്കി കൊടുന്ന് ആരും. അപ്പോൾ കുറേ ആടുകളൊക്കെ ഉണ്ട്. ആ ആടുകളിങ്ങനെ പുല്ലുന്നുകൊണ്ടിരിക്കാനുള്ള ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുന്നിൽ മുസല്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ ആടിനെ മേക്കണ ആളാണ്. ആടിനല്ല നോക്കണത്, പടച്ചവനുമായിട്ടാണ്. ഉവൈസുൽ ഖർനി ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല, ഇതിൽ നിന്നുള്ള ഒരൊറ്റ ഗുണപാഠം. മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഇവരവിടെ പുറകിൽ കാത്തിരുന്നു. സലാം വീട്ടിൽ കണ്ടു, സലാം പറഞ്ഞു. നിങ്ങളുടെ പേരെന്താണ് ഒക്കെ അന്വേഷിച്ചു. അപ്പോൾ പേരൊക്കെ അബ്ദുള്ള എന്ന് പറഞ്ഞു. അതെല്ലാവരുടെ പേരും അല്ലേ നിങ്ങളെ ശരിക്കുമുള്ള പേര്? അപ്പോൾ പേര് പറഞ്ഞു. ഇവിടെ പറഞ്ഞു, ഇടത്തെ ഭാഗത്തെ തോള് വസ്ത്രം ഒന്ന് നീക്കി ഞങ്ങൾക്ക് ഇവിടെ നോക്കാനുണ്ട്. ആ വെള്ള അടയാളം, ഒരു ദിർഹമിൻ്റെ അടയാളത്തിലൊരു അടയാളങ്ങൾ മേലുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് കണ്ട് സന്തോഷമായി ദുആ ചെയ്യാൻ പറഞ്ഞു. ആരാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? എത്ര ഖുർആനിലെ വചനങ്ങളാണ് മഹാനവറുകൾ ഇഷ്ടത്തിന് വേണ്ടി അല്ലാഹ് ഇറക്കിയത്. ഇന്നും നമ്മൾ ഹജ്ജിനും ഉംറക്കും പോയാൽ മഖാം ഇബ്രാഹിമിൽ നിസ്കരിക്കുന്നു. വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല. അത് ആരുടെ ആഗ്രഹമായിരുന്നു? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിഹിതങ്ങളും സഹാബത്തും തവാഫ് ചെയ്യുമ്പോൾ
കഅബത്തിൻ്റെ വാതിലിൻ്റെ അരികിൽ ആ ചുമരുമ്മൽ ചാരി കണ്ട് ഇട്ടതായിരുന്നു ആ കല്ല്. അവിടെ അങ്ങനെ ഒരു കല്ല്. അപ്പോൾ ചോദിച്ചു, മുത്ത് നബിയെ ഇതെന്താണ് ഈ കല്ല് എന്ന് ഉമർ റളിയല്ലാഹു. അപ്പോൾ പറഞ്ഞത് എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാലാണത് അതിൽ പതിഞ്ഞത്, ആ കല്ലാന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു ആഗ്രഹം പറഞ്ഞു, നബിയെ ഈ കല്ലിൻ്റെ പിന്നിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. കഅബയിലേക്ക് തിരിഞ്ഞ് കഅബൻ്റെയും എൻ്റെയും നടുവിൽ ഈ കല്ല് വെച്ചുങ്ങാണ്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് ആഗ്രഹം പറഞ്ഞു. ആര്? ഉമറുൽ ഫാറൂഖ്. നബി തങ്ങൾ വിലയ്ക്ക് പറ്റൂല, പാടില്ല ഉമറേ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിട്ടില്ല. അല്പസമയം കൊണ്ട് ആര് വന്ന്? ജിബ്രീൽ അലൈഹിസ്സലാം. നബിയെ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇതാ ഉമറിൻ്റെ ആഗ്രഹം എന്ന് ദീനുൽ ഖിയാമത്ത് വരെ അത് നടക്കട്ടെ, ആ കല്ലിൻ്റെ പിന്നിൽ നിസ്കരിക്കണം. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ആ കല്ല് അവരുടെ ഭരണകാലത്ത് കഅബൻ്റെ ചുമരിൻ്റെ ചാരി നിന്ന കല്ലെടുത്ത് ഇങ്ങോട്ട് സ്ഥാപിച്ചത്. ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് സയ്യിദുനാ ഉമർ. എന്താ മൂപ്പര പദവി? എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം? എങ്ങനെ ആയാലും ഉമർ റളിയല്ലാഹു അൻഹു മേലെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താഴെയാണ്. അദ്ദേഹം സയ്യിദു താബിഈനാണ്. താബി സ്വഹാബിയുടെ മഖാമിൽ എത്തൂല. അശറത്തുൽ മുബശ്ശരയാണ്, നബി തങ്ങളുടെ അമോഷനാണ്. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ചരിത്രം ഞാൻ പറയുന്നത്? എല്ലാവർക്കും അറിയാം. 1000 ശ്രേഷ്ഠതകൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, ഉവൈസിനോട് ദ്വാരക്കാൻ പറയണം. അപ്പോൾ നമ്മൾ എത്ര ഉയർന്നാലും എത്ര പൊന്തിയാലും താഴെയുള്ളവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. എന്താ മുത്ത് നബി പഠിപ്പിക്കുന്നത്? ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അങ്ങനെ നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അലിയാർ തങ്ങൾ ഇതാണ് ഇസ്ലാം. ഉമർ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹ്, ഇത് അലിയാരാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ദ്വാരക്കാനാണ്? നിങ്ങൾ എനിക്കും വേണ്ടി ഇതായിരിക്കുന്ന ആര്? ഉവൈസുൽ ഖർനി. അങ്ങനെ അവരുടെ സംഭാഷണങ്ങളൊക്കെ ദീർഘമാണ്. പല കിതാബുകളിലും താരീഖിലൊക്കെ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞങ്ങൾ പോയിട്ട് നാളെ ഇവിടെ വരും. നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണവും കുറച്ച് വസ്ത്രമൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങളെ വസ്ത്രമൊക്കെ കുറച്ച് മുഷിഞ്ഞിക്കണ്, നിങ്ങളെ ചെരുപ്പൊക്കെ തേഞ്ഞ് പൊട്ടാനയക്കണ്. അതുകൊണ്ട് കുറച്ച് ഭക്ഷണവും വസ്ത്രമായിട്ട് നാളെ ഉമർ വരും, നിങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞനോ, വേണ്ട, ലാരിഫ്, നാളെ ഇപ്പം നിങ്ങളവിടെ പോവുക, ഞാനും പോവുക. പിന്നെ ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്നെ അറിയില്ല, വേണ്ട. എന്നിട്ട് എണ്ണി പറഞ്ഞതാ, എൻ്റെ വസ്ത്രത്തിന് ഇപ്പം എന്താ കുഴപ്പം? ഞാൻ ചെരുപ്പിട്ടുകണല്ലോ, എന്താ കുഴപ്പം? 4 ദിർഹം എൻ്റെ അടുത്തുണ്ടാവും. ഞാൻ ഈ ഒട്ടകങ്ങളെ മേച്ചിട്ട് കൂലി വാങ്ങിയതാണ്, അതിൻ്റെ അടുത്തത് മതി. എന്താണ് അവരുടെ ജീവിതം? മുത്തിനെ കാണിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ നിസ്കരിച്ചു? ളുഹാ നിസ്കരിച്ചു, അത് നിസ്കരിക്കന്നെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ നിസ്കരിച്ചു? തഹജ്ജുദ് എത്ര റക്അത്ത്, അത് നിസ്കരിക്കന്നെ. ഇങ്ങനെ മഹാനവറുകളുടെ ആ ഇഷ്ക് അതാണ് അവർക്ക് കിട്ടിയത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബ് ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. മനസ്സിലായില്ലേ? അവർ ദുആ ഉത്തരമുള്ള ആളാണ്, ദുആക്ക് ഇജാബത്തുള്ള ആൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മളെയും ദുആക്ക് ഉത്തരമുള്ളവരാക്കി തരട്ടെ. എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതും നിങ്ങളെ കൊണ്ട് കേൾപ്പിച്ചതും അള്ളാഹു സ്വീകരിക്കട്ടെ. ആയതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയി നിങ്ങളോട് ബന്ധപ്പെട്ടവരോടൊക്കെ പറയേണ്ടത്, പുരുഷന്മാർ താടി വെക്കണം, മുത്തിനെ കാണിക്കണം. നമ്മൾ മുഖത്തേക്ക് നോക്കിയാൽ അത് സുന്ദരമായിട്ട് കാണും. നമ്മൾ തലമറക്കണം, നമ്മൾ എപ്പോഴും അത്തർ ഉപയോഗിക്കണം. ഹറാമായ സംഗതികൾ മുഴുവനും നമ്മൾ വിടണം. കറാഹത്ത് വരെ വരാതെ നമ്മുടെ ജീവൻ നമ്മൾ സൂക്ഷിച്ച് അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചാൽ അവിടുത്തെ ഹഖീഖത്ത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹ് നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ല? അതാണ് വകൈഫ യുദ്രികു ഫി ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അൻഹു ബിൽ ഹുലുമി. ഇപ്പം നമ്മൾ ഓതി. അപ്പോൾ ആ ഉറക്കുന്നു ഉണർന്നാൽ ഹഖീഖത്ത് അല്ലാഹ് കാണിച്ചു തരും. ഹഖീഖത്ത് എന്ന് പറഞ്ഞൊരു സംഭവം റസൂലുള്ളാഹി. അപ്പോൾ അവിടുത്തെ ഈ ലാഹിർ, ഈ ഇസ്ലാം, ഈമാന്, ഇഹ്സാന്, തഖ്വ, തൗഹീദ് നമ്മളിങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു മറനീക്കി ഹബീബിൻ്റെ നൂറ് നമ്മുടെ കൂട്ടത്തിലുള്ളതിന് അള്ളാഹ് നമുക്ക് അനുഭവിപ്പിച്ചു തരും. ഈ പ്രപഞ്ചത്തിൽ കണ്ണുറന്ന് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഹബീബിനെ ദർശിക്കാൻ സാധിക്കും. സ്വപ്നത്തിലല്ല, ഉണർച്ചയിൽ തന്നെ. ഓരോ നിസ്കാരത്തിലും അത്തഹിയ്യാത്തിൽ ഹബീബിനെ കണ്ട് സലാം പറയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ വലിയ റാഹത്ത് ജീവിതത്തിലുണ്ടാവും. മരണ സന്ദർഭത്തിൽ ആ ലിഖാ കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ തമ്പുരാനെ, നീ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതും കേൾപ്പിച്ചതും നീ സ്വീകരിക്കണേ അല്ലാ. നിൻ്റെ ഹബീബിന് ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും യാ ഹബീബി യാ ഹബീബി എന്നുള്ള ദിക്ർ ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. മുഹമ്മദുൻ ദിക്റുഹു ഫർളുൻ അലൽ ഉമമി എന്ന് പറഞ്ഞില്ല. വറഫഅനാ ലക ദിക്റക. നബിയെ, അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തി എന്നല്ല, ആ ദിക്റിനെ നമ്മുടെ
ശരീരത്തിൽ എല്ലാ അവയവത്തിലും കൊണ്ടുവരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹിൻ്റെ ആ പകർപ്പ്, ആ നേലൊക്കെ അല്ല കാണിച്ചു തരട്ടെ. ഉള്ളും പുറവും അവരിലുള്ള ഫനാ ആക്കി തരട്ടെ. അള്ളാഹു ലയിപ്പിച്ചു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അത് വായിച്ചോ.